നാട്ടിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ദിവസം എനിക്കിങ്ങനെ തിടുക്കപ്പെട്ട് ബാഗൊക്കെ സെറ്റ് ചെയ്താലേ എന്തൊരു തൃപ്തി വരുവോളെ. അതിപ്പോൾ മുന്നേ കുറേ സമയം കിട്ടിയാലും പിന്നെ ആകട്ടെ എന്ന് വെച്ച് മടിക്കുന്ന ഒരു കാര്യം ഇത് മാത്രമാണേ. അതെന്താണോ എന്തോ അങ്ങനെ. പിന്നെ ഈ ഓടിപ്പിടിച്ചുള്ള പാക്കിംഗ് ആണെങ്കിലും ഞാനങ്ങനെ ഒന്നും എടുക്കാനൊന്നും മറക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ 4 പേരുടെയും ഡ്രസ്സൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരും സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് ബാഗൊക്കെ റെഡിയാക്കി ഇരുന്നത്. അവരുടെ ലഗേജ് അവർ എന്നെ സെറ്റ് ചെയ്തോളാമെന്നും പറഞ്ഞ് തേജൂട്ട സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് വേറൊരു കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇതിലൊന്നും ചേരാതിരിക്കുവാണേ. നെക്സ്റ്റ് വീക്ക് അവർക്ക് കളറിങ് കോമ്പറ്റീഷൻ ഉണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വന്നപ്പോൾ തൊട്ട് ഡ്രോയിങ്ങും കളറിങ്ങും ഒക്കെയാണ്. പിന്നെ ഇന്നിപ്പോൾ ഇടയ്ക്ക് വെച്ച് മറ്റേ ആളിനോട് ഹെൽപ്പ് ചെയ്തില്ലേലും വേണ്ടില്ല പോകാൻ പറയേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സെറ്റ് ചെയ്ത് ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് 4 പേർക്കും കൂടി 4 ബാഗുമായി. എത്രയൊക്കെ ഒതുക്കാൻ നോക്കിയാലും എടുത്തെടുത്ത് വരുമ്പോൾ ഇത്രയൊക്കെ ആവും. അതിനുശേഷം പിന്നെ ത്രേക്കുട്ടിയുടെ കുറച്ച് ഹെയർ കട്ട് സെറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നേ. ബാക്കിലോട്ടുള്ളത് കട്ട് ചെയ്യുന്നില്ല. തിരികെ വരുമ്പോൾ ഇവിടുത്തെ ഓണപ്പരിപാടിക്ക് ഡാൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഉള്ള മുടി അതുപോലെ തന്നെ വെച്ചേക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ തേജൂട്ടൻ്റെ മുടിയിലും കൂടെ കൈവയ്ക്കണമെന്ന് എനിക്കൊന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ആശാൻ എന്നിൽ ഈ ഒരു കാര്യത്തിൽ അത്ര വിശ്വാസമില്ലേ. ഇപ്പോഴേ കുറച്ച് ഫാഷൻ സെൻസ് കൂടിയിട്ടുണ്ടോ എന്ന് സംശയമില്ലാതില്ല. നെക്സ്റ്റ് ഇനി ഫ്രിഡ്ജും കൂടെ ഒന്ന് ക്ലീൻ ആക്കാൻ ഉണ്ടായിരുന്നേ. ഞാനങ്ങനെ ഒരുപാട് പച്ചക്കറികളൊന്നും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. റെയറായി കിട്ടുന്നത് മാത്രം വാങ്ങി വയ്ക്കും. ഇവിടെ പിന്നെ ഫ്രഷ് ആയിട്ട് വെജിറ്റബിൾസ് കിട്ടുന്നതുകൊണ്ട് അധികം അങ്ങ് വാങ്ങി വെച്ച് യൂസ് ചെയ്യാറുമില്ലേ. ഇതിപ്പോൾ നാളത്തേക്ക് കൂടിയുള്ളത് എടുത്തിട്ട് ബാലൻസ് വരുന്നത് ഇവിടുത്തെ താഴെ കൊടുത്തിട്ട് പോകും. ഇത്തവണ നാട്ടിൽ പോയി പെട്ടെന്ന് തിരിച്ചു വരുന്നത് കൊണ്ട് ഓഫ് ചെയ്താണ് പോകുന്നത്. അല്ലാതെ പോകുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പോകും. അപ്പോൾ അകത്ത് പൂപ്പലൊന്നും പിടിക്കാതെ ഇരുന്നോളും. ചെറിയൊരു കോൾഡ് കാരണം ഫ്രീസറിൽ ഇരിക്കുന്ന ഐസ്ക്രീം കഴിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണത്. പിന്നെ അങ്ങനെ പെട്ടെന്നൊക്കെ ക്ലീനാക്കി എടുത്തു. നാളെ ഇനി ഫുള്ള് പോകാനുള്ള തിരക്കിലായിരിക്കേ.